അപ്പോൾ പ്രിയപ്പെട്ടവരെ, സംസ്ഥാനത്ത് സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് പട്ടികയിലുള്ളവർ ആശങ്കയിൽ. റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിക്കാൻ 2 മാസം മാത്രം ബാക്കിയുള്ളപ്പോഴും 30% നിയമനം പോലും നടന്നിട്ടില്ല. കടുത്ത ആൾക്ഷാമത്തെ തുടർന്ന് സേന വിയർക്കുമ്പോഴും നിയമനം നടക്കാത്തത് വലിയ ആശങ്കയാണ് ഉദ്യോഗാർത്ഥികളിൽ ഉണ്ടാക്കുന്നത്. ടി വി പ്രസാദ് ചേരുന്നു കൂടുതൽ വിവരങ്ങൾ. ടി വി പ്രസാദ്, എല്ലാ ദിവസവും നമ്മൾ കമന്റ് ബോക്സ് എടുത്ത് നോക്കുന്ന സമയത്ത് ഈ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ റാങ്ക് ലിസ്റ്റിലെ ഉദ്യോഗാർത്ഥികൾ കൂട്ടത്തോടെ വന്ന് മെസ്സേജ് ചെയ്യുന്നതാണ്. പാവങ്ങളുടെ കാര്യം കാണുമ്പോൾ നമുക്ക് കഷ്ടം തോന്നും. പക്ഷെ നമുക്ക് പറയാനല്ലേ സാധിക്കൂ. 30% മാത്രമേ ആ ലിസ്റ്റിൽ നിന്ന് അപ്പോയിൻമെൻറ്റ് നടത്തിയിട്ടുള്ളൂ. ഈ ചെറുപ്പക്കാരുടെ വലിയ പ്രതീക്ഷയാണ് ഈ ബാക്കിയുള്ള അവസരങ്ങളിലെങ്കിലും തൊഴിൽ കിട്ടുക എന്നുള്ളത്. പക്ഷേ ഒഴിവില്ലാത്തതാണോ, റിപ്പോർട്ട് ചെയ്യാത്തതാണോ, എന്താണ് ഇതിൽ സംഭവിക്കുന്നത്? ലിസ്റ്റ് നിലവിലുണ്ട്, കാലാവധി ഇനി 2 മാസത്തിനുള്ളിൽ അവസാനിക്കുകയും ചെയ്യും. പ്രതീക്ഷ വല്ലതും ബാക്കി വയ്ക്കണോ ടി വി പ്രസാദ് ഉദ്യോഗാർത്ഥികൾ? ഗുഡ് മോർണിംഗ് അരുൺ. ഗുഡ് മോർണിംഗ്. ഈ ഉദ്യോഗാർത്ഥികളുടെ ഈ പ്രതിഷേധം നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ താഴെ നമ്മൾ നിരന്തരം കണ്ടിട്ടുള്ളതാണ്. കമൻറ്റ് ബോക്സിൽ മാത്രമല്ല, നമ്മുടെ ഫോണുകളിലേക്കും ഒരു ദിവസം വരുന്ന ഏറ്റവും ചുരുങ്ങിയ ഫോൺ കോളിൽ ഒരു 5 എണ്ണമെങ്കിലും ഇവരുടേതായിട്ടുണ്ട്. അരുൺ, ഇവരുടെ ആശങ്ക ശരിയാണ്. ഇവരുടെ ആശങ്ക കാരണം കഴിഞ്ഞ 2 തവണ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുമ്പോഴും സെക്രട്ടേറിയറ്റിന് മുന്നിലുണ്ടായ അതിരൂക്ഷമായ സമരങ്ങൾ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ തവണത്തെ റാങ്ക് ലിസ്റ്റ്, അതായത് 24-ൽ അവസാനിച്ച റാങ്ക് ലിസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നമായി ഉണ്ടായിരുന്നത് അന്ന് ഏതാണ്ട് 14,000-ഓളം പേരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. അതിൽ 32% പേർക്ക് മാത്രമാണെന്ന് നിയമനം കൊടുത്തത്. വലിയ തോതിലുള്ള സമരം നടന്നു. റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി നീട്ടാൻ തയ്യാറായില്ല. അങ്ങനെയാണ് സർക്കാർ പിന്നീട് ആ വലിയ ലിസ്റ്റ് ഉണ്ടാക്കേണ്ട, ലിസ്റ്റ് ചുരുക്കാം എന്ന് പറഞ്ഞ് 2000-ൽ താഴെ 1800 ആളുകളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലിസ്റ്റ്, 6000 പേരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. ആ ലിസ്റ്റിൽ നിന്ന് ഇപ്പോഴും 30% പോലും ആയിട്ടില്ല നിയമനം എന്നതാണ് അരുൺ. അതായത് 2000 പോലും തികഞ്ഞിട്ടില്ല എന്നതാണ് പ്രശ്നം. 2 മാസം മാത്രമാണ് ഇനി റാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിക്കാൻ ബാക്കിയുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ ആളില്ലാതെ കടുത്ത ജോലി സമ്മർദ്ദത്താൽ ഓരോ പോലീസ് ഉദ്യോഗസ്ഥനും വീർപ്പ് മുട്ടുന്ന സമയത്താണ് ഈ ഒരു സ്ഥിതി. നേരത്തെ ധനമന്ത്രിയെ കണ്ട സമയത്ത് നമ്മൾ ഇക്കാര്യം ചോദിക്കുമ്പോഴും ധനമന്ത്രിക്ക് പറയാനുള്ളത് രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ സംസ്ഥാനത്ത് ഒരുപാട് മുന്നിലാണ് എന്നതാണ്. അതിനെ നമ്മൾ തിരുത്താൻ തയ്യാറല്ല, ശരിയാണ്. പക്ഷേ പോലീസ് റാങ്ക് ലിസ്റ്റിൻ്റെ കാര്യത്തിൽ, CPO റാങ്ക് ലിസ്റ്റിൻ്റെ കാര്യത്തിൽ വളരെ പിറകിലാണ് കഴിഞ്ഞ കുറേ വർഷമായി കേരളം എന്നതാണ്. നേരത്തെ ലിസ്റ്റിൽ നിന്ന് 95% ആളുകളെയും എടുത്ത കേരളത്തിലാണ് ഒരുപക്ഷെ അരുൺ സാമ്പത്തിക പ്രതിസന്ധി ആയിരിക്കാം ഇതിൻ്റെ കാരണം. പക്ഷേ സംസ്ഥാനത്തിന് ഏറ്റവും അനിവാര്യമായി വേണ്ട പോലീസിലെ ആൾബലം കുറയുന്ന സമയത്ത് ഈ റാങ്ക് ലിസ്റ്റിലെ മുഴുവൻ ആളുകളെയും എടുക്കാൻ ഈ 2 മാസത്തിനുള്ളിൽ സർക്കാർ തയ്യാറാകണം എന്നുള്ളതാണ് ഈ റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് പറയാനുള്ളത് അരുൺ. തീർച്ചയായിട്ടും ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട് ടി വി പ്രസാദ്, ഷെയ്മ ഖാജ, നമുക്ക് ലോട്ടറി ടിക്കറ്റ് വിറ്റ് നടക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ചെറുപ്പക്കാരാണ്, അഭ്യസ്തവിദ്യരാണ്, അവർ കഴിവ് തെളിയിച്ചവരാണ്, ലിസ്റ്റിൽ കടന്നുകൂടിയവരാണ്. അവർക്കുള്ള അവസരം നിഷേധിക്കരുത്. അവരുടേതും ജീവിതവും പ്രതീക്ഷയും ഒക്കെയാണ്. ഈ ആളുകളിൽ പലരും ഈ മോഹങ്ങളെല്ലാം ഉപേക്ഷിച്ച് അത് പെട്ടിയിൽ മടക്കി വെച്ച് പോകുന്നൊരവസ്ഥയാണ്. പരമാവധി വേക്കൻസി റിപ്പോർട്ട് ചെയ്യുക, പരമാവധി ആളുകൾക്ക് നിയമനം നൽകുക എന്നുള്ളതാണ് ഇവരുടെ കാര്യത്തിലുള്ളത്. ഒരു 50% നിയമനം നൽകിയില്ലെങ്കിൽ അത് ഇവരോട് ചെയ്യുന്ന ക്രൂരതയായിരിക്കും.